അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ആവർത്തിച്ച് ചെയ്താൽ ഫലം കിട്ടുമെന്നുറപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് പേര് ഒരുപാട് ഹദീസുകളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയ്ഖിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ പണ്ഡിത മഹത്തുക്കളും ഈ ഒരു കാര്യം തന്നെ ഒരുപാട് കിതാബുകളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊരു കാര്യം സാധിക്കാനും നമ്മുടെ ഏതൊരു ആഗ്രഹം നിറവേറാനും മുറാദ് ഹാസിലാകാനും നമ്മുടെ ഏതൊരു ദുരിതം അകലാനും പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകളൊക്കെ ഇടങ്ങേറുകളൊക്കെ നീങ്ങാനും ദുഃഖങ്ങൾ അകലാനും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ തടസ്സങ്ങളും മാറാനൊക്കെ പറ്റിയ ഒരുപാട് മഹാന്മാരെ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇത് ചെയ്യാൻ എളുപ്പമാണ്, ചെയ്താൽ ഫലം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതിനെ നിസ്സാരമാക്കി കളയാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ഫത്ഹ് നമുക്കെല്ലാവർക്കും പരിചിതമായ, ഉദ്ദേശം പൂർത്തിയാകും എന്നുറപ്പുള്ള, ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലായി അതുപോലെ തന്നെ പല അദ്കാറുകളിലും വീഡിയോകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും സൂറത്തു ഫത്ഹിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും ഒക്കെ. അപ്പോൾ തീർച്ചയായും നമ്മുടെ എന്തൊരു ആവശ്യം നിറവേറാനും ഈ സൂറത്ത് മതി. 21 41 തവണ തുടർച്ചയായി 3 5 അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഓതി തീർക്കും. അപ്പം നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞു തന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഷെയ്ഖിൽ നിന്നാണ് നിവേദനം. അദ്ദേഹം പറഞ്ഞത്, തനിക്കെന്ത് കാര്യം സാധിക്കാനും ഏത് ദുരിതം അകലാനും സൂറത്തുൽ ഫത്ഹ് ഓതാറാണ് പതിവ്. 21 41 തവണ തുടർച്ചയായി 3 5 7 ദിവസം കൊണ്ട് ഓതി തീർക്കും. അപ്പോൾ അത്രക്കും പവർഫുള്ളായ ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തു ഫത്ഹ്. ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു ആവശ്യം പൂവണിയാനും ആവർത്തിച്ച് ഓതിയാൽ ഫലം കിട്ടും എന്നുറപ്പുള്ള കാര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതൊക്കെ അറിയുണ്ടാവും, പക്ഷെ ഇതൊന്നും ചെയ്യാത്തവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കി. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടുവരും. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാവട്ടെ. നമുക്ക് എപ്പോഴും ഐശ്വര്യവും റാഹത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.